Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നും ഞാൻ അമൃതപ്പൊടിയും പഴം വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു കിടിലൻ പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയും അമൃതപ്പൊടിയും പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല നല്ല ഫീഡ്ബാക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള 3 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ട് ശർക്കരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി നമ്മുടെ ഐ ചൂസ് ന്യൂ വേൾഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഐ ചൂസ് ന്യൂ വേൾഡിൽ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ റെസിപ്പി നമ്മുടെ ഐ ചൂസ് കിച്ചണിൽ ഇടുന്നത്. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ പഴമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അമൃതം പൊടി എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടി ഞാൻ പറയാം. ഇതാണ് അമൃതം പൊടി. ഇത് നമുക്ക് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് ഈ അമൃതം പൊടി. ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കുറുക്ക് മാത്രമല്ല, നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ടാണ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ശർക്കര മെൽറ്റ് ചെയ്താൽ അതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ ചില ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാൻഡ് വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ 1 കപ്പ് അമൃതം പൊടിക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഐ ചൂസ് ന്യൂ വേൾഡിൽ ഇട്ടപ്പോൾ ഞാൻ 3/4 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനേക്കാൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് 1 കപ്പ് അമൃതപ്പൊടിക്ക് 1 കപ്പ് ഫുള്ളായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഞാൻ അതിൽ അമൃതപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഇതിൽ ചൂടാക്കാതെയാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴവും നട്ട്സൊക്കെ ഇട്ടിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വാട്ടി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഴം ഞാൻ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ടിൽ നിന്നും കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തതിൽ കുറച്ചും കൂടിയും ബാക്കിയുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. കുറച്ച് ലൂസ് പോലെയാണ് നമുക്ക് കിട്ടുക. അത് കുഴപ്പമില്ല, നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്കത് സെറ്റായിട്ട് കിട്ടും. പിന്നെ ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ കേക്ക് ടീൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാം. കേക്ക് ടീനിൻ്റെ അടിഭാഗത്തും സൈഡിലും ഞാൻ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴം വാട്ടിയതും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്ക് ടീൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 30-35 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അമൃതപ്പൊടിയും പഴം വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ട്. ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പലഹാരം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അമൃതപ്പൊടിയും പഴം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ പലഹാരം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.